ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുൻ ഇന്ത്യൻ പേസർ സഗീർ ഖാന് പുതിയ നിയമനം. IPL ഫ്രാഞ്ചൈസിയായ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ മെൻഡറായിട്ടാണ് സഗീർ ഖാനെ നിയമിച്ചിട്ടുള്ളത്. ഗൗതം ഗംഭീറിൻ്റെ ഒഴിവിലേക്കാണ് സഗീർ ഖാൻ നിയമിതനായത്. ഗൗതം ഗംഭീർ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ മെൻഡറായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ഹെഡ് കോച്ചായി KKRലേക്ക് പോയത്. 2018 മുതൽ 2022 വരെ മുംബൈ ഇന്ത്യൻസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന സഗീർ ഖാൻ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും IPLലേക്ക് തിരിച്ചു വരുന്നത്. കൂടാതെ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ബോളിംഗ് കോച്ചായിരുന്ന മോർണെ മോർക്കൽ ഇന്ത്യൻ ടീമിൻ്റെ ബോളിംഗ് കോച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥാനവും ഒഴിവായി കിടക്കുകയാണ്. സഗീർ ഖാനെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടും ടീമിന് ഗുണം ചെയ്യും. ഒരു ബോളിംഗ് കോച്ചിൻ്റെ കുറവും കൂടി നികത്താനാവും സഗീർ ഖാന്. താരലേലത്തിന് മുമ്പ് തന്നെ സഗീർ ഖാനെ മെൻഡറാക്കിയത് ടീമിന് ഗുണം ചെയ്യും. മികച്ചൊരു ടീമിനെ നിലനിർത്താനും പുതിയ താരങ്ങളെ കണ്ടെത്താനും LSGക്ക് ഇത് ഗുണം ചെയ്യുമെന്നത് ഉറപ്പാണ്. ഇതിൻ്റെ ടീം നായകനായ KL രാഹുൽ ഈ സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് മടങ്ങുമെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ കനത്ത തോൽവിക്ക് ശേഷം ലക്നൗ ടീമിൻ്റെ ഉടമ സഞ്ജീവ് ഗോയങ്ക ഗ്രൗണ്ടിൽ വെച്ച് KL രാഹുലിനെ പരസ്യമായി ശാസിച്ചിരുന്നു. ഇത് വൻ വിവാദമായിരുന്നു. IPL താരലേലത്തിന് ഏതൊക്കെ താരങ്ങളാവും ലക്നൗ നിലനിർത്തുക എന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ജസ്റ്റിൻ ലാംഗറാണ് ലക്നൗവിൻ്റെ മുഖ്യ പരിശീലകൻ. ആദം വോക്സും ലാൻസ് ക്ലോസ്നറും ജോണ്ടി റോഡ്സും ശ്രീധരൻ ശ്രീരാമും എല്ലാം ലക്നൗവിൻ്റെ പരിശീലന സംഘത്തിലുണ്ട്. എന്തുകൊണ്ടും സഗീർ ഖാൻ്റെ പരിചയസമ്പത്തും മികവും ലക്നൗ സൂപ്പർ ജയൻസിന് വരും സീസണിൽ മുതൽക്കൂട്ടാവും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.